ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മധുര കുഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഉള്ളിൽ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് നിറച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ട് അത് ആവിയിൽ വേവിച്ചെടുത്ത ഒരു മധുര കുഴുക്കട്ടയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടി ഒരു മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിന് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ പൊടി തന്നെ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ദാ അരിയും ഉപ്പുമായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനേ. ഒറ്റയടിക്ക് നമ്മൾ എല്ലാ വെള്ളവും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ചിലപ്പോൾ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാവിൽ വെള്ളം ചേരുന്നത് മാവിൻ്റെ വ്യത്യാസം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് 2.25 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ വെള്ളം ചേരുന്നതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തേ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ളൊരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു പിടി കിസ്മിസും ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ഇതിലിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കിസ്മിസും അണ്ടിപ്പരിപ്പും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഒന്നിളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മട്ട അരിയുടെ അവിലാണ് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ള അവിലായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അവിൽ ചേർത്താൽ മതി. എന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അവിലൊന്ന് ചുരുങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനൊരു 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി അരിച്ചെടുത്തേ. അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് തേങ്ങയും ശർക്കരയായിട്ടൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കണം കേട്ടോ. കുറച്ച് ഈത്തപ്പഴമാണേ. അത് ചെറുതായിട്ട് ഞുറുക്കിയത് അതൊരു 1/2 കപ്പ് ഉണ്ട്. അത് നല്ലതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരു കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണേ. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് വെച്ചിരിക്കുന്ന അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുക്കാം. അപ്പോൾ മീതേപ്പുറം ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ ഇത് അരിമാവല്ലേ, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ കൊള്ളാവുന്ന ഇത്രയും ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള ബോളുകളാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചത് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴിച്ചെടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഒതുക്കിയതിന് ശേഷം മാവ് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയെ. ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാം നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നന്നായിട്ടൊന്ന് ഫിനിഷിംഗ് ആവാൻ വേണ്ടി കൈയുള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയും കൂടി എടുത്താൽ ഇത് കൂടി നന്നായിട്ട് ഫിനിഷിംഗ് ആയി ഉരുട്ടിയെടുക്കാൻ പറ്റുമേ.
ഇതുപോലെ ഒന്നും കൂടെ ആക്കി എടുത്താൽ നമ്മുടെ കൊഴുക്കട്ട നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തേ. അപ്പോൾ എല്ലാം കൊഴുക്കട്ടയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൊഴുക്കട്ട ഓരോന്നും ഇതിലേക്ക് പറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റീമറിൻ്റെ അടപ്പ് നമുക്ക് തുറക്കാം. കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആവിയിൽ വേവിച്ച കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നെയ്യ് ചേർത്ത് വരട്ടിയെടുത്ത ഫില്ലിങ്സ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ നെയ്യുടെയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഈന്തപ്പഴവും എല്ലാം കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഈന്തപ്പഴമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. കണ്ടോ, ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.